ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാള് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12 ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ്സമാവാതി വൽ അർദ്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ. 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതത്രേ വക്രതയില്ലാത്ത ദീൻ. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അവയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത്. അഥവാ ഈ 12 മാസങ്ങളിലും നിങ്ങൾ അക്രമങ്ങൾ ചെയ്യരുത്. പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ നിങ്ങൾ തീരെ അക്രമങ്ങൾ ചെയ്യരുത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം. സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്താണ്. ഏതൊക്കെയാണ് പവിത്രമായ മാസങ്ങളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അസ്സനതു 12 ശഹ്റ, മാസങ്ങൾ 12 മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. സലാസത്തുൻ മുതവാലിയാത്ത്, ആ 4 മാസങ്ങളിൽ 3 മാസം തുടർച്ചയായിക്കൊണ്ട് കടന്നു വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസം ഒരുമിച്ച് കടന്നു വരുന്നതാണ്. അഥവാ ദുൽഖഅദ, അതിനുശേഷം ദുൽഹിജ്ജ, പിന്നീടുള്ളത് മുഹറം. 4-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റജബ്, മുദർ ഗോത്രം പ്രത്യേകമായി പവിത്രത കൽപ്പിച്ചിരുന്ന റജബ് മാസവുമാകുന്നു അത്. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, 2 ജുമാദുൽ അവൽ അല്ലെങ്കിൽ ജുമാദുൽ ഊല, ആഖിർ, ഈ 2 മാസങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന റജബ് മാസവും എന്നാണ്. അല്ലാഹു തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നായ മുഹറം മാസത്തിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നു. മുഹറമിനെ അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകമായി വിശേഷിപ്പിച്ചത് അതിന്റെ പവിത്രതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം പവിത്രമാക്കപ്പെട്ട മാസം എന്നുള്ളതാണ്. വഅഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്നുള്ളതാണ്. മുഹറം മാസത്തിലെ ഏറ്റവും അധികം പുണ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൽ മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ ഫവജദൽ യഹൂദ സിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. യൗമ ആശൂറ, മുഹറം 10 ദിവസത്തിൽ. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹ്, എന്താണ് നിങ്ങൾ ഈ ദിവസം നോമ്പ് നോൽക്കുന്നത്? ഖാലു, അവര് പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇത് മഹത്തായ ഒരു ദിവസമാകുന്നു. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, ഈ ദിവസമാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും രക്ഷിച്ചത്. വഗറക ഫിർഔന വ ഖൗമഹു, ഫിർഔനെയും അവന്റെ ആളുകളെയും അല്ലാഹു തആല മുക്കി നശിപ്പിച്ചത് ഈ ദിവസമാകുന്നു. ഫസാമഹു മൂസ ശുക്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം മുഹറം 10 നോമ്പനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് തന്നെ ജൂതന്മാര് പറയാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കടമകളുള്ളവരും അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്തവരും ഞങ്ങളാണ്. ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. വ അമറ ബിസിയാമിഹി, നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. സ്വഹീഹ് മുസ്ലിമിലെ 1130 ഹദീസ്. ഇപ്പൊ മുഹറം മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ധിക്കാരിയായ ഫിർഔനെ അല്ലാഹു തആല മുക്കി നശിപ്പിച്ച ദിവസമാണ് മുഹറം 10 എന്നുള്ളതാണ്. ആരായിരുന്നു ഫിർഔൻ? അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ ഭൂമിയിൽ ഔന്നിത്യം നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, ഭൂമിയിലെ മനുഷ്യന്മാരെ വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റി, വിഭാഗീയത ഉണ്ടാക്കി ഫിർഔൻ. യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും, അവരിലെ ഒരു വിഭാഗം ആളുകളെ ദുർബലരാക്കി വെച്ചു. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും വയസ്തഹി നിസാഅഹും, സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്തു. ഇവിടെ വയസ്തഹി നിസാഅഹും എന്നതിന്റെ ചില തഫ്സീറുകളിൽ കാണാം സ്ത്രീകളെ കിരാതമായി പീഡിപ്പിച്ചു എന്നാണ്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ അധർമ്മകാരികളിൽപ്പെട്ടവനായിരുന്നു. അത്രയും വലിയ ക്രൂരനായ ഫിർഔൻ എന്ന ഭരണാധികാരിയിൽ നിന്ന്, അവന്റെ വലിയ പട്ടാളത്തിൽ നിന്ന് അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലുകാരെയും രക്ഷിച്ച ദിവസമാണ് മുഹറം 10 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫിർഔൻ ശിക്ഷിക്കപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി ഞാൻ അത്യുന്നതനായ റബ്ബാണ് എന്ന് വിളിച്ചു പറഞ്ഞയാളാണ്. ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, അല്ലാഹു തആലയുടെ ഒരു പേരാണ് അൽ അഅ്ലാ എന്നുള്ളത്. ഫിർഔൻ പറയാണ് ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ റബ്ബാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിആത്തിലെ 23-24 ആയത്തുകളാണ്. അപ്പൊ ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞ് സംസാരിച്ച ആളാണ് ഫിർഔൻ. ഞാൻ ഇലാഹാണ് എന്നും പറഞ്ഞ ആളാണ് ഫിർഔൻ. മാ അലിംതു ലകും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത വേറെ ഇലാഹുള്ളതായി എനിക്കറിയുകയില്ല എന്ന് ഫിർഔൻ അഹങ്കാരത്തോടു കൂടി പറഞ്ഞതായി സൂറത്തുൽ ഖസസിന്റെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫിർഔന്റെ സംസാരം എപ്പോഴും വളരെയധികം ധിക്കാരപരവും ദുരഭിമാനപരവും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞു, അലൈസലി മുൽക്കു മിസ്ർ, എനിക്കല്ലയോ മിസ്റിന്റെ ആധിപത്യമുള്ളത്,
വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ അരുവികളെല്ലാം ഒഴുകുന്നത്, ഈ പുഴകളെല്ലാം ഒഴുകുന്നത് എന്റെ കാൽക്കീഴിലൂടെയല്ലയോ? ഫിർഔൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബാക്കി ഞാനാണ് ഉത്തമൻ, അല്ല വ്യക്തമായി സംസാരിക്കാൻ പോലും അറിയാത്ത ഈ മൂസയാണോ എന്നൊക്കെ പറഞ്ഞ് മൂസ നബി അലൈഹി സ്വലാമിനെ പരിഹസിച്ച ആളാ ഫിർഔൻ. മൂസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ വരെ ഫിർഔൻ തയ്യാറായിട്ടുണ്ട്. മൂസ, നിങ്ങൾ എന്നെ വിടുക, ഞാൻ മൂസയെ കൊല്ലട്ടെ. അവൻ അവന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണണം എന്ന് ഫിർഔൻ പറഞ്ഞതായി സൂറത്തു ഗാഫിറിന്റെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച സാഹിർമാരെ കൈകാലുകൾ വിപരീതമായ ദിശയിൽ ഛേദിച്ച് ഈന്തപ്പനത്തടികളിൽ ബന്ധിച്ച് ക്രൂരമായി കൊന്നു ഫിർഔൻ. അഥവാ വലത്തേ കൈ മുറിക്കുകയാണെങ്കിൽ ഇടത്തേക്കാല്, വലത്തേക്കാല് മുറിക്കുകയാണെങ്കിൽ ഇടത്തേ കൈ, ഇരുഭാഗത്തിന്റെയും സ്വാധീനം നഷ്ടപ്പെടുന്ന രൂപത്തിൽ കിരാതമായി അവരെ കൊന്നൊടുക്കി ഫിർഔൻ. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയെ അടക്കം ശരീരത്തിൽ വലിയ ആണികൾ തറച്ച് കൊന്നു എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രയും വലിയ ക്രൂരനായ, അഹങ്കാരത്തിന്റെ ഹുങ്കിൽ, അധികാരത്തിന്റെ ഹുങ്കിൽ ബനു ഇസ്രായേലുകാരെ അടക്കി ഭരിച്ചിരുന്ന ആ ഫിർഔനിൽ നിന്ന് അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനെയും ഖൗമിനെയും രക്ഷിച്ച ദിവസമാണ് മുഹറം 10. അള്ളാഹുവിന്റെ ഏതൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴും നമ്മൾ നന്ദി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞെന്താ? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയെ, നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്നാ അഅതൈനാക ഖൈറൻ കസീറ എന്നാണ്. അതുപോലെ തന്നെ ഹൗദുൽ കൗസർ അല്ലെങ്കിൽ കൗസർ എന്ന നദി നാളെ പരലോകത്ത് അല്ലാഹു തആല നൽകും. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. അനുഗ്രഹം ലഭിക്കുമ്പോൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. മൂസ അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലുകാരെയും അവിടുന്ന് രക്ഷിച്ചപ്പോ നോമ്പാകുന്ന ഇബാദത്ത് അവർ ചെയ്തു. നമ്മളത് ചെയ്യാൻ കാരണം അവരന്ന് ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. ഇസ്ലാമിക ശരീഅത്തിൽ അല്ലാഹു തആല അത് നിയമമാക്കി വെച്ചു, അല്ലെങ്കിൽ ഒരു ആരാധനയായി നിശ്ചയിച്ചു എന്നതുകൊണ്ടാണ്. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് ഒരു തീരുമാനവും നടക്കുകയില്ല. അല്ലാഹു തആല തടഞ്ഞത് നൽകാനോ നൽകിയത് തടയാനോ അല്ലാഹുവിന്റെ വിധികൾ തട്ടിമാറ്റാനോ ലോകത്താർക്കും കഴിയില്ലെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഫിർഔൻ എന്ന ഭരണാധികാരിയെ അല്ലാഹു നശിപ്പിച്ചത്. ബനു ഇസ്രായേലുകാരുടെ എണ്ണം വർദ്ധിക്കുമോ എന്ന് ഭയന്ന്, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ എന്നെ വകവരുത്താൻ വേണ്ടി തിരിയുമോ എന്ന് ഭയന്ന് ബനു ഇസ്രായേലുകാരെ കൊന്നൊടുക്കാൻ വേണ്ടി ശ്രമിച്ചവനാ ഫിർഔൻ. എല്ലാ വർഷവും ഈ കൊലപാതകം വേണ്ട എന്ന് പിന്നെ തീരുമാനിച്ചു. അഥവാ എല്ലാ വർഷവും കൊന്നൊടുക്കിയാൽ നമ്മുടെ കൊട്ടാരത്തിൽ അടിമപ്പണി ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയവർ ഒരു വർഷം ബനു ഇസ്രായേലിന്റെ മക്കളെ കൊല്ലാനും അടുത്ത വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാതെ വിടാനും തീരുമാനിച്ചു. കൊല്ലാതെ വിടാൻ തീരുമാനിച്ച വർഷമാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ഏതൊരു വർഷമാണോ കൊല്ലണമെന്ന് ഫിർഔൻ തീരുമാനിച്ചത്, അതേ വർഷത്തിൽ തന്നെയാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തി. മൂസ അലൈഹിസ്സലാമിന് പാലൂട്ടിയിരുന്നത് സ്വന്തം ഉമ്മയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പല സ്ത്രീകളും വന്നു, പക്ഷേ കുട്ടി കരച്ചിൽ മാറ്റുന്നില്ല. അവസാനം സ്വന്തം ഉമ്മ തന്നെ മൂസ അലൈഹിസ്സലാമിന് മുലയൂട്ടി. പക്ഷെ ഫിർഔനും അവന്റെ ആളുകൾക്കും അറിയുമായിരുന്നില്ല. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അല്ലാഹു തആല വളർത്തി. അബദ്ധവശാൽ മൂസ അലൈഹിസ്സലാം ഒരിക്കൽ
ഫിർഔനിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വധിച്ചു, നാട് വിടേണ്ടി വന്നു. അതിനുശേഷമാണ് പിന്നീട് മൂസ അലൈഹിസ്സലാം കടന്നു വരുന്ന ചരിത്രം വിശാലമാണ്. അതിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു വഹിയാണ്. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു വഹി നൽകുന്നു. ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബിഊൻ. മൂസ, എന്റെ ദാസന്മാരുമായി നീ ഇവിടുന്ന് രാത്രി സഞ്ചരിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പിന്തുടരപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ ഫിർഔനും അവന്റെ പട്ടാളവുമുണ്ട്. ഫഅർസല ഫിർഔനു ഫിൽ മദായിനി ഹാശിരീൻ. ഇതറിഞ്ഞപ്പോ ഫിർഔൻ എല്ലാ പട്ടണത്തിലേക്കും ഓരോ പ്രതിനിധികളെ പറഞ്ഞയച്ചു. മൂസയും ബനൂ ഇസ്രായേലുകാരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ പിടിക്കണം. ഇന്ന ഹൗലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ. തീർച്ചയായും അവർ, ഫിർഔൻ പറയാണ്, തീർച്ചയായും അവർ ചെറിയൊരു സംഘം മാത്രമാകുന്നു. വഇന്നഹും ലനാ ലഗായിദൂൻ. അവർ നമ്മെ അരിശം കൊള്ളിക്കുക മാത്രമാകുന്നു. വഇന്നാ ലജമീഉൻ ഹാദിറൂൻ. നമ്മളാകട്ടെ വലിയ ജാഗരൂകരായ സർവായുധ സജ്ജരായ ഒരു സൈന്യവുമാകുന്നു. അതായത് മൂസ അലൈഹി സ്വലാമും ബനൂ ഇസ്രായേലുകാരും രാത്രിയിൽ അള്ളാഹുവിന്റെ വഹി അടിസ്ഥാനത്തിൽ അവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇത് ഫിർഔൻ അറിയുന്നു. എല്ലാ പട്ടണത്തിലേക്കും ആൾക്കാരെ പറഞ്ഞയക്കുന്നു, വലിയ സൈന്യത്തെ ഒരുക്കുന്നു. സൈന്യത്തിനോട് പറയുന്നു, നമ്മൾ പേടിക്കേണ്ടതില്ല, അവരൊരു ചെറിയ സംഘം മാത്രമാണ്. നമ്മളാകട്ടെ എല്ലാ അർത്ഥത്തിലും തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ സംഘവുമാകുന്നു. അല്ലാഹു തആല പറയുന്നു, ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ. അങ്ങനെ നാം അവരെ, ഫിർഔനെയും അവന്റെ ആളുകളെയും, അവരുടെ തോട്ടങ്ങളിൽ നിന്ന്, അരുവികളിൽ നിന്ന്, വകുനൂസിൻ വമഖാമിൻ കരീം, അവരുടെ വലിയ വലിയ സൗധങ്ങളിൽ നിന്ന്, വലിയ വലിയ നിക്ഷേപങ്ങളിൽ നിന്ന്, കൂമ്പാരങ്ങളിൽ നിന്ന്, അവരുടെ സമ്പത്തുകളിൽ നിന്നെല്ലാം നാം അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അഥവാ മൂസ അലൈഹിസ്സലാമിനെയും അനുയായികളെയും പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൊട്ടാരം ഉപേക്ഷിച്ച് ബാക്കിയെല്ലാ സമ്പത്തും അവിടെ ബാക്കിയാക്കി അവരിങ്ങനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്നു. അല്ലാഹു തആല പറയുന്നു, കദാലിക വഔറസ്നാ ബനി ഇസ്രായീൽ. അപ്രകാരമാണ് നാം ബനൂ ഇസ്രായേലുകാർക്ക് അത് അനന്തരമാക്കി കൊടുത്തത്. ഫഅത്ബഅഹും മുശ്രിഖീൻ. ഉദയത്തിന്റെ സമയത്ത് അവർ ഇവരെ കണ്ടുമുട്ടി. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. ആ രണ്ട് സൈന്യവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസ അലൈഹിസ്സലാമിന്റെ ജനത പറഞ്ഞു, മൂസ, നമ്മൾ കുടുങ്ങി, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു. അല്ലെ, മുമ്പിൽ കടലാണ്, ബാക്കിൽ മുഴുവനും ഫിർഔനും അവന്റെ പട്ടാളവുമാണ്. ഭൗതികമായ ഒരു പ്രതീക്ഷയുമില്ല. ബനൂ ഇസ്രായേലുകാരുടെ ആശ മുറിഞ്ഞുപോയി. പക്ഷേ മൂസ അലൈഹിസ്സലാമിന്റെ പ്രതീക്ഷ അസ്തമിക്കാത്ത വാക്കുകൾ, ഇന്ന മഅയ റബ്ബി ഖാല. അദ്ദേഹം പറഞ്ഞു, കല്ല, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. എത്ര പ്രതീക്ഷകൾ അസ്തമിച്ചാലും, ഭൗതികമായ എത്ര സാധ്യതകൾ ഇല്ലെങ്കിലും, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണെന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഒരിക്കലും മാറില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയാലും, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞാലും, എല്ലാത്തിനുമുപരി അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക. മൂസ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ ഭൗതികമായി ഒരു സംവിധാനവുമില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. നീ എന്താ ചെയ്യുക? എത്ര വലിയ കടത്തിലല്ല നിങ്ങൾ അകപ്പെട്ടത്. നിങ്ങളെ വരുമാനം വെച്ച് നോക്കുമ്പോൾ അത് വിട്ടാൻ കഴിയുന്നില്ലെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ, അങ്ങനെയല്ല, അള്ളാഹു എന്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഏത് വിഷയത്തിലും നമുക്ക് പറയാനുള്ളതാ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഫഔഹൈനാ ഇലാ മൂസ അൻദ്രിബ് ബിഅസാകൽ ബഹർ. അപ്പോൾ നാം മൂസയോട് പറഞ്ഞു, നിന്റെ വടി കൊണ്ട് നീ കടലിലടിക്കുക. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം കടലിലടിച്ചപ്പോ ഫൻഫലക ഫകാന
കുല്ലു ഫിറകിൻ കത്തൗദിൽ അലീം. ആ കടലിൽ പിളർന്നു. രണ്ടു വശത്തും വലിയ പർവ്വതങ്ങളെ പോലെ പർവ്വത സമാനമായ തിരമാലകൾ മാറി നിന്നു. നടുവിലൊരു ഉണങ്ങിയ വഴി രൂപപ്പെട്ടു. ചില തഫ്സീറുകളിൽ പറയുന്നത് ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട 12 ഗോത്രത്തിനും പ്രത്യേകമായി പോകാൻ 12 വഴികൾ രൂപപ്പെട്ടു. മാത്രമല്ല, അവിടെ നമുക്കറിയാം, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം വറ്റിയാൽ എന്നാലും അവിടെ കൂടി നമുക്ക് നടക്കാൻ കഴിയില്ല. അല്ലാഹു തആല ഒറ്റയടിക്ക് അല്ലാഹു അങ്ങ് തീരുമാനിച്ചപ്പോൾ, കൽപ്പിച്ചപ്പോൾ ആ സ്ഥലം ഉണങ്ങിയ സ്ഥലമായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഅസ്ലഫ്നാ സമ്മൽ ആഖിരീൻ. അങ്ങനെ മൂസ അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകാരെയും അല്ലാഹു തആല ആ ഒരു കടൽ പിളർത്തി രക്ഷപ്പെടുത്തുകയും അവരെ പിന്തുടർന്ന് ഫിർഔനും അവന്റെ പട്ടാളവും വന്നപ്പോ വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ. മൂസ അലൈഹിസ്സലാമിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖ്നൽ ആഖിരീൻ. മറ്റുള്ളവരെ മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവർക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ രക്ഷപ്പെട്ടു. ഫിർഔനിന്റെ കൂടെയുള്ള ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. എല്ലാ ആളുകളും മുക്കി നശിപ്പിക്കപ്പെട്ടു. അല്ലാഹു തആല പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയ. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. എന്നാൽ അവരിൽ അധികം ആളുകളും കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാൻ, അതുവഴി ഈമാനികമായ ആവേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മുഹറം 10-നാണ് അല്ലാഹു തആല ഫിർഔനിനെയും അവന്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 90 മുതൽ 92 വരെയുള്ള ആയത്തുകളിലും ഈ ചരിത്രം മറ്റൊരു രൂപത്തിൽ വിവരിക്കുന്നുണ്ട്. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹ്റ. അല്ലാഹു തആല പറയുന്നു, നാം ബനൂ ഇസ്രായേലുകാരുമായി അദ്ദേഹത്തെ, മൂസ അലൈഹിസ്സലാമിനെ ആ ഒരു കടൽ കടത്തി. ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു ബഗിയൻ വഅദുവ. ശത്രുതയോടുകൂടിയും ധിക്കാരത്തോടുകൂടിയും ഫിർഔനും അവന്റെ ആളുകളും അവരെ പിൻപറ്റി. ഹത്താ ഇദാ അദ്റകഹുൽ ഉർഖു. ഹത്താ ഇദാ അദ്റകഹുൽ ഉർഖു قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ആ വെള്ളത്തിൽ ഫിർഔൻ മുങ്ങി മരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ബനു ഇസ്രായേലുകാർ വിശ്വസിച്ച ഏകനായ അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ എന്താ? ബനു ഇസ്രായേലുകാർ വിശ്വസിച്ച അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഞാനിതാ വിശ്വസിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാകുന്നു. ആരാ പറഞ്ഞത്? ഫിർഔനാണ് പറഞ്ഞത്. പക്ഷെ കാര്യമില്ല, സമയം വൈകിപ്പോയി. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ, സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ, മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ അല്ലാഹു തആല ഒരാളുടെയും തൗബ സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ആൽ ആൻ, ഇപ്പോഴാണോ? ഇതുവരെ തോന്നിവാസിയായി നടന്ന് ഞാൻ അത്യുന്നതനായ റബ്ബാണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ടോ വിശ്വസിക്കാതെ, അല്ലെ? എത്ര ദൃഷ്ടാന്താണ് കാണുന്നത്? പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഫിർഔന്റെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. തവളകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്നാ. എല്ലായിടത്തും തവള.
അപ്പൊ അവര് പറഞ്ഞു, മൂസ, ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. രക്തം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു അല്ലെ, വെള്ളം ഉള്ള ജലസ്രോതസ്സുകളിലൊക്കെ രക്തം. അതുപോലെ തന്നെ വെട്ടുകിളികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. ഓരോ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോഴും അവർ പറയും, ഇതൊക്കെ മാറുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഓരോന്നും മാറിയിട്ടും അവർ വിശ്വസിച്ചില്ല. മൂസ അലൈഹിസ്സലാമിൻ്റെത് സിഹറല്ലെന്നും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്നും അവർ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മൂസ അലൈഹിസ്സലാം വടികൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോ കടൽ പിളർന്നു. ഇദ്ദേഹം കേവലം ഒരു മനുഷ്യനല്ല, അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന് കൃത്യമായ തെളിവ്. നല്ല മനുഷ്യനാണ്, എന്താ ചെയ്യാ? അപ്പം മാറൂലേ? ബനൂ ഇസ്രായേലുകാര് രക്ഷപ്പെടുന്നു, മൂസ അലൈഹിസ്സലാം രക്ഷപ്പെടുന്നു, പെട്ടെന്നൊരു വഴി രൂപപ്പെടുന്നു. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കാൻ ഫിർഔനോ അവന്റെ ആൾക്കാർ തയ്യാറായില്ല. അവസാനം മരണം മുമ്പിൽ വന്നപ്പോ അവൻ വിശ്വസിക്കാൻ തയ്യാറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാണ്. പക്ഷെ കാര്യമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക, കേവലം നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോട് കാര്യമില്ല. വഹീദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണ്. നീ ആദ്യം മനസ്സിൽ 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, എന്നിട്ട് ഒരു പ്രാവശ്യം നീ നാവ് കൊണ്ട് പറ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിന് അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് അബൂ ത്വാലിബിന് അറിയാം. പക്ഷേ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഫിർഔൻ ധിക്കാരിയായി ജീവിച്ചു. ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്നവൻ പറയുമ്പോഴും അല്ലാഹ് എന്ന അറിവ് ഫിർഔനിനും ഉണ്ട്. പക്ഷേ ധിക്കാരിയായി അവർ ജീവിച്ചു. ആൽ ആന, ഇപ്പോഴാണോ, വഖദ് അസൈത ഖബൽ, മുമ്പ് നീ ധിക്കരിച്ചല്ലോ, വകുൻത മിനൽ മുഫ്സിദീൻ, നീ തമ്മാടികളിൽ പെട്ടവനായിരുന്നു. അല്ലാഹു പറയുന്നു, ഫൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്, നിനക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായി, അഥവാ നിനക്ക് ശേഷം കടന്നു വരുന്ന ബനൂ ഇസ്രായേലുകാർക്ക് കണ്ട് മനസ്സിലാക്കാൻ ഏതൊരു ധിക്കാരിയുടെയും പതനം ഇങ്ങനെയായിരിക്കുമെന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. എന്നാൽ മനുഷ്യരിലെ മഹാഭൂരിപക്ഷം ആളുകളും നമ്മുടെ ആയത്തുകളെപ്പറ്റി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ഒന്ന്, അള്ളാഹുവിന്റെ തീരുമാനമാണ് ലോകത്ത് നടക്കുക. 2, ധിക്കാരികളും അഹങ്കാരികളുമായ ഭരണാധികാരികൾക്ക് ഏറ്റവും മോശമായ പര്യവസാനമായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധിയിലും പരീക്ഷ കൈവിടാതെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക. വിവാഹം പോലും കഴിയാത്ത മറിയം ബീവിക്ക് അല്ലാഹു തആല ഈസ അലൈഹിസ്സലാം എന്ന സന്താനത്തെ നൽകി. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാ അവസ്ഥയും മാറ്റിമറിക്കുവാൻ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാൻ കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അവരിൽ നമ്മൾ തവക്കുലാക്കുക. അതുപോലെ തന്നെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, മൂസ അലൈഹിസ്സലാമിന്റെ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്, അനുഗ്രഹങ്ങൾ ലഭിക്കുന്തോറും നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കുമ്പോഴാണ് പലരുടെയും ഇബാദത്ത് കുറഞ്ഞു പോവാറുള്ളതെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്മകൾ ചെയ്യുക. മുഹറം 10 നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി ആശുറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു. ആശുറാഇന്റെ നോമ്പ് അഥവാ മുഹറം 10 നോമ്പ് കഴിഞ്ഞ വർഷത്തെ അഥവാ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ 1162 ഹദീസ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖൈതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിഅ,
മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നത്തെ വർഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അടുത്ത വർഷം കൂടി ഞാൻ ബാക്കിയാകുമായിരുന്നെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോൽക്കുമായിരുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 1134 ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികൾ മാത്രമല്ല സുന്നത്ത്, വാക്കും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ നമ്മുടെ നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്നതും വിരോധിച്ച കാര്യങ്ങൾ, വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ആരാധിച്ചതുപോലെ അവിടുത്തെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.